എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നറിയാൻ ന്യൂസ് കേരള ചാനൽ ധന്യം നവരാത്രി എന്ന പേരിൽ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ 5ാമത്തെ ദിവസമാണിന്ന്. ദുർഗയുടെ 9 പെൺഭാവങ്ങളിൽ ആദ്യ ദിവസം ബ്രഹ്മചാരിണിയായിട്ടും, ആദ്യ ദിവസം ശൈലപുത്രിയായിട്ടും, 2ാം ദിവസം ബ്രഹ്മചാരിണിയായിട്ടും, 3ാമത്തെ ദിവസം സ്കന്ദമാതിയും, 4ാമത്തെ ദിവസം കൂഷ്മാണ്ഡയും, ഇന്ന് 5ാമത്തെ ദിവസം ദേവി സ്കന്ദമാതാഭാവത്തിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മകൻ എന്ന് ഭാരതീയ സംസ്കാരം ആചാര്യന്മാർ പറഞ്ഞ സാക്ഷാൽ മുരുകനെ, സുബ്രഹ്മണ്യ സ്വാമിയെ ഗർഭത്തിൽ ധരിച്ച ഭാവത്തിലാണ് ദുർഗയുടെ സ്കന്ദമാത. ഒരു ശിശുവിനെ ഗർഭം ധരിച്ച് ശ്രേഷ്ഠനായൊരു മകനെ എങ്ങനെ പ്രസവിക്കാം, ആ ശ്രേഷ്ഠനായ മകനെ എങ്ങനെ വളർത്താം എന്നാണ് ഈ സ്കന്ദമാതാ സങ്കല്പത്തിലെ യാഥാർത്ഥ്യം. നമുക്കറിയാം, വിവേക ചൂടാമണിയിൽ ജഗദ്ഗുരു ശങ്കരാചാര്യർ പറയുന്ന ഒരു ശ്രേഷ്ഠമായ മന്ത്രമുണ്ട്. അത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട മന്ത്രമാണ്. ദുർലഭം ത്രയമേവത്ത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. ഈ അടുത്ത കാലത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു പഠനം വന്നത്. ആ പഠനം നമ്മൾ മഹാപുരുഷന്റെ, യൂണിവേഴ്സിറ്റിയുടെ ആ റിസൾട്ട് പറയുന്നത്, ഒരു ശ്രേഷ്ഠനായ മനുഷ്യന്റെ അടുത്ത് ശ്രേഷ്ഠതയില്ലാത്ത ഒരു സാധാരണക്കാരൻ പോയി നിന്നാൽ ആ ശ്രേഷ്ഠതയുള്ള മനുഷ്യനിൽ നിന്ന് ആ സാധാരണ മനുഷ്യന്റെ രക്തകോശങ്ങളിലേക്ക്, വൈറ്റ് ബ്ലഡ് കോർപ്പസസിലേക്ക് ഒരു എനർജി, അതായത് പോസിറ്റീവ് എനർജി, ഊർജ്ജപ്രവാഹം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയിട്ട് ഭഗവാനോട് ചോദിച്ചു, ഭഗവാൻ വിഷ്ണുവിനോട്, എന്താണ് സത്സംഗം കൊണ്ട് പ്രയോജനം? ഈ നവരാത്രി കാലത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുടെ മഹാറാണിയാണല്ലോ നവരാത്രി. എല്ലാ ക്ഷേത്രങ്ങളിലും മഹത്തായ സജ്ജനങ്ങളുടെ സത്സംഗങ്ങൾ നടക്കുകയാണ്. എന്താണ് നമുക്ക് പ്രയോജനം? ഈ ചോദ്യമാണ് മനുഷ്യരുടെ പ്രതിനിധിയായിട്ട് നാരദ ഋഷി ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചത്. ഉത്തരം പറഞ്ഞത്, നാരദരെ, അങ്ങ് ബദരിയിൽ ഒരു അത്തിമരത്തിൽ ഒരു പുഴുവുണ്ട്, ആ പുഴുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. നാരദർ അങ്ങനെ ബദരിയിലെത്തി, അത്തിമരത്തെ കണ്ടു, അതിലുള്ള പുഴുവിനെ കണ്ടു. വളരെ ഭക്തി ആദരവോട് ആ പുഴുവോട് ചോദിച്ചു, അല്ലയോ പുഴുശ്രേഷ്ഠ, അത് കീടം എന്ന അർത്ഥത്തിൽ ശ്രേഷ്ഠതയോട് സംസാരിക്കുകയാണ്. മഹത്തുക്കൾ അങ്ങനെയാണല്ലോ. സത്സംഗം കൊണ്ട് എന്താണ് പ്രയോജനം? ഈ ചോദ്യം കേട്ട ഉടൻ ആ പുഴു പിടഞ്ഞു മരിച്ചുപോയി. അടുത്ത വർഷം നാരദർ വീണ്ടും വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് ചോദിച്ചു. എനിക്ക് ഉത്തരം കിട്ടിയില്ല. ശരി, ഇപ്പോൾ അങ്ങ് അയോധ്യയിലെ ഒരു ആലയിൽ, ഇന്ന സ്ഥലത്തൊരു ആലയിൽ ഒരു പശു പ്രസവിച്ചിട്ടുണ്ട്, ആ കുട്ടിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അങ്ങനെ നാരദരെ അയോധ്യയിലെ ആലയിലെത്തി, ഗോശാലയിൽ വെച്ച് ആ സമയത്ത് പ്രസവിച്ച പശുക്കിടാവിനോട് ചോദിച്ചു, എന്താണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം? നാരദരുടെ സാമീപ്യവും ഈ ചോദ്യവും കേട്ട ഉടൻ ആ പശുക്കുട്ടി പെടഞ്ഞു മരിച്ചുപോയി. നിരാശയോടെ നാരദർ വീണ്ടും വൈകുണ്ഠത്തിലെത്തി. ഭഗവാനോട് ചോദിച്ചു, 2 മൃതിയാണ് കണ്ടത്, ഉത്തരം കിട്ടിയില്ല. ശരി, കാശി രാജ്യത്ത് മഹാറാണി ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്, ആ കുട്ടിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. വളരെ ഭയന്നു കാശി രാജ്യത്തെത്തി. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരിയെ മഹാറാണി പ്രസവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വലിയ സ്വീകരണമാണ് നാരദർക്ക് ഉണ്ടായത്. നാരദരുടെ അടുത്ത് കയ്യിൽ പ്രസവിച്ച കുഞ്ഞിനെ കൊടുത്തു. ഭയമുണ്ട് നാരദർക്ക്. കാരണം പുഴുവിലും കന്നുകിടാവിലും മരണം കണ്ടയാള് ഈ കുട്ടിയോട് ചോദിച്ചാൽ എന്തായിരിക്കും? എങ്കിലും ഭഗവാൻ പറഞ്ഞതല്ലേ. ആ പശുകിടാവിനോട് ചോദിച്ചു, എന്താണ് സത്സംഗം കൊണ്ട് പ്രയോജനം രാജകുമാര? ആ നവജാത ശിശു സംസാരിച്ചു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നാരദരെ, ഞാൻ ആദ്യത്തെ ജന്മം ഒരു പുഴുവായിട്ടായിരുന്നു. അങ്ങയുടെ സാമീപ്യം കൊണ്ട് മാത്രം എനിക്ക് ആ ജന്മത്തിൽ നിന്ന് മോചനം കിട്ടി. എൻ്റെ 2ാമത്തെ ജന്മം ആലയിലെ ഒരു പശുക്കിടാവായിട്ടാണ്. അങ്ങ് എന്നെ സന്ദർശിച്ച് അങ്ങയുടെ സാമീപ്യം ഉണ്ടായപ്പോൾ എനിക്ക് ആ നാൽക്കാലിയിൽ നിന്നും മോചനം ഉണ്ടായി. ഇപ്പോഴിതാ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് സത്സംഗത്തിൻ്റെ ഗുണം. സാമീപ്യം കൊണ്ടുപോലും സകല ജന്മങ്ങളിലെയും പാപം തീരും എന്നാണ് പറയുന്നത്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വ ജീവൻ മുക്തി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ആചാര്യന്മാരും നമ്മളോടെല്ലാം പറഞ്ഞത് ആധ്യാത്മിക തലത്തിലൂടെ നമ്മെ ഈ ദക്ഷിണായന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസം
കഴിഞ്ഞ് ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസത്തിൽ ഇതാ കർക്കിടക മാസം മുഴുവൻ കാലത്തെ ദക്ഷിണായനത്തിലെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രാമായണം വായിക്കുന്നു. ചിങ്ങമാസം കൃഷ്ണഗാഥ വായിക്കുന്നു. കന്നിമാസത്തിൽ ഇതാ 10 ദിവസത്തെ നവരാത്രി പൂജയാണ്. അങ്ങനെ മനുഷ്യന്റെ ദേവതകൾ ഉറങ്ങുന്ന സമയത്ത് ആധ്യാത്മികത കൊണ്ട് ഉണർത്തുന്ന ഈ നവരാത്രി കാലം നമുക്കും ഭക്തി കൊണ്ട് ധന്യമാക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.